കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടി ഭാഗങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം കുറ്റ്യാടി പുഴയാണ്. ഈ കുറ്റ്യാടി പാലത്തിന് താഴെയുള്ള പുഴ ഒഴുകുന്നതാണ്. വലിയ രീതിയിൽ നീരൊഴുക്ക് ഈ പുഴയിലുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ വെള്ളക്കെട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഏറെക്കുറെ വെള്ളത്തിലായത്. ഈ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലാണ് കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. അതായത് നാദാപുരം, ഈ കുറ്റ്യാടി, ചക്കിട്ടപ്പാറ, കോടഞ്ചേരി, തിരുവമ്പാടി എന്നിവിടങ്ങളിലൊക്കെ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോടഞ്ചേരി ചെമ്പൂക്കടവ് പാലത്തിൽ വെള്ളം കയറിയതോടുകൂടി തന്നെ ഗതാഗതം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമില്ല. ഈ വടകര അടുത്ത് മറ്റും ഒക്കെ കഴിഞ്ഞ ദിവസം കിണറുകളും മറ്റുമൊക്കെ താഴുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. നിലവിലിപ്പോൾ കക്കയം ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ഒരു റെഡ് അലർട്ടിലേക്ക് മറ്റുമൊക്കെ കടക്കുകയാണ് എങ്കിൽ കക്കയം ഡാമിൻ്റെ ഷട്ടർ തുറക്കും. ഒരുപക്ഷെ അത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം കയറാൻ ഇടയാകും. അങ്ങനെയാണ് എങ്കിൽ ഈ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമായി തുടരുന്ന ഒരു സാധ്യതയുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള വീടുകൾ വെള്ളത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ഒരു സാധ്യത, അതായത് ഇനിയും മഴ ശക്തമായി തുടരുകയാണ് എങ്കിൽ ഈ ഡാം തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. ഈ കുറ്റ്യാടി പുഴയൊക്കെ പിന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. നിലവിലിപ്പോൾ ഈ ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്കൊന്നും അങ്ങനെ അവധി നൽകിയിട്ടില്ല. കാരണം ഇന്ന് ഇപ്പോൾ രാവിലെയോടുകൂടി തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന കുറ്റ്യാടി ചുരം വഴിയുള്ള ഗതാഗതം ഇന്നലെ അടച്ചിരുന്നു. കാരണം വെള്ളക്കെട്ടും മറ്റുമൊക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ ഗതാഗതം അടച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നതിനാൽ ആ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മോത്തി.